കണ്ണൂർ കോൺഗ്രസിൽ കെ സുധാകരൻ എന്നത് വെറുമൊരു പേരല്ല, അതൊരു വികാരമാണെന്ന് തെളിയിക്കുന്നതാണ് DCC ഓഫീസിന് മുന്നിലെ പുതിയ പോസ്റ്റുകൾ. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ കെ സുധാകരൻ എത്തുന്നുവെന്നും കണ്ണൂരിന്റെ ഹൃദയമാണ് KS എന്നും രേഖപ്പെടുത്തിയ ഫ്ലെക്സുകൾ സുധാകരൻ അനുകൂലികളുടെ ശക്തമായ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സുധാകരനെ പോലൊരു കരുത്തൻ തന്നെ വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. സുധാകരൻ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലും തെരുവിലും ആവേശം കാണിക്കുമ്പോഴും ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര ശുഭകരമല്ല. MPമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന കർശന നിലപാടിലാണ് AICC നേതൃത്വം. കെ സുധാകരനെ കൂടാതെ MK രാഘവൻ, അടൂർ പ്രകാശ് തുടങ്ങിയ പ്രമുഖ MPമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാനും കേന്ദ്രത്തിൽ പ്രതിപക്ഷ നിരയുടെ കരുത്ത് കുറയാതിരിക്കാനുമാണ് MPമാരെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് കടുത്ത നിലപാടെടുക്കുമ്പോഴും സമ്മർദ്ദ തന്ത്രങ്ങളുടെ തീരുമാനം മാറ്റിക്കാനാണ് സുധാകരന്റെ അനുയായികളുടെ ശ്രമം. കണ്ണൂരിൽ CPMനെ നേരിടാൻ സുധാകരന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഇവർ വാദിക്കുന്നു. കെ സുധാകരനെ പോലൊരു നേതാവ് മത്സരരംഗത്തുണ്ടാകുന്നത് സംസ്ഥാനത്തുടനീളമുള്ള പ്രവർത്തകർക്ക് ആവേശം പകരുമെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം മറികടന്ന് സുധാകരന് സീറ്റ് നൽകിയാൽ അത് മറ്റ് MPമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. അതേസമയം സുധാകരനെ പോലൊരു ജനകീയ നേതാവിനെ അവഗണിക്കുന്നത് വോട്ടെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും KPCCക്കുണ്ട്. കണ്ണൂർ DCCക്ക് മുന്നിലെ ഫ്ലെക്സുകൾ ഒരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ മാത്രമേ ഹൈക്കമാൻഡ് പ്രവർത്തകരുടെ വികാരത്തിന് വഴങ്ങുമോ അതോ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് വ്യക്തമാകൂ. എന്തായാലും സുധാകരന്റെ പേര് ചുറ്റിപ്പറ്റിയുള്ള ഈ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്.